വിരുദ്ധമായിട്ട് അവരൊന്നും ചെയ്യൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമല്ലേ? നാലാലൊരു മദ്ഹബിലുള്ളത് അംഗീകരിക്കലും സ്വീകരിക്കലും നിർബന്ധമാണല്ലോ. ആ നാലാലൊരു മദ്ഹബിലുള്ളത് അംഗീകരിക്കാനും സ്വീകരിക്കാനും ബാധ്യതപ്പെട്ട ആളുകൾ പറയട്ടെ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അഇമ്മത്ത് പറഞ്ഞത് സുഹൃത്തുക്കളെ, എന്ത് പറഞ്ഞത്? അസ്ലു അമലിൽ മൗലിദി ബിദ്അ, നബിദിനാഘോഷത്തിന്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അമലുഹു, അത് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അന്നഹദും മിനൽ ഉലമാഇൽ ഉമ്മ, മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, അവർ ദീനിൽ മാതൃകായോഗ്യരാണ്. അവർ അല്ലദീന ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ പോലും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നാണ്. ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയപ്പെട്ട വരികൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇബ്നു ഹജർ പറഞ്ഞു അസ്ലാമൽ മൗലിദി ബിദ്അ, നബിദിനാഘോഷത്തിന്റെ അടിത്തറ ബിദ്അത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ബിദ്അത്തായ ഏർപ്പാട് അത് ചെയ്യുന്നവനുള്ള ശിക്ഷ എന്താണ്? നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. എന്റെ സഹപ്രവർത്തകർ എനിക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളെ സെക്യൂരിറ്റി എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കാലിന്റെ കീഴെ കിടന്ന ഞാൻ സംസാരിച്ചത്. എന്നെ എന്റെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ബാധ്യതയാണ് എന്ത്? ഞാൻ അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്നത്. ആ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്താൽ ആ അടയാളം കാട്ടിയിട്ട് ഞാൻ സ്വർഗത്ത് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റൂല. ഞാൻ കൃത്യമായിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരു വിഭാഗം ആളുകൾ ചെല്ലുന്നുണ്ട്. അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കുമ്പോൾ അത് തടയുകയാണ്. അല്ലാഹു അരുതെന്ന് പറയാ. എന്താ കാരണം? കള്ളു കുടിച്ചതല്ല, വ്യഭിചരിച്ചതല്ല, മോഷ്ടിച്ചതല്ല, ഇതൊന്നല്ല സുഹൃത്തുക്കളെ. കാരണം ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിൽ പ്രവാചക തിരുമേനിക്ക് ശേഷം ദീനല്ലാത്തത് ഉണ്ടാക്കി. അല്ലയുമാക്കും തുലക്കും ദീനക്കും വാത്തുനം ത്വാലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ പൂർത്തീകരിക്കപ്പെട്ട മതമില്ലേ, ആ മതത്തിൽ പ്രവാചകൻ മദീനയിൽ ജീവിക്കുന്ന കാലത്തില്ലാത്ത സ്വഹാബത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യൽ ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്തവന് ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടും. പരലോകത്തിൽ വിശ്വാസമുള്ളവരെ, മനുഷ്യരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുന്നിൽ എല്ലാം നഷ്ടപ്പെടുന്ന മരണം വരാനുണ്ട്. കയ്യിലെ കളിപ്പാട്ടം താഴെ വീണുടങ്ങി ചെല്ലിന്റെ കളിപ്പാട്ടങ്ങൾ നുള്ളിപ്പൊറുക്കി, ഉമ്മച്ചിയെ എന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി എന്ന് പിന്നെ ഏങ്ങലടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ വേവലാതിയോട് കൂടെ നമ്മൾ പറയുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ സുഹൃത്തെ. ആ ദിവസം ആലോചിച്ച് ഇത് ചിന്തിക്കുക. അറബിയിലെ ഇബാറത്തുകൾ ഞാൻ തട്ടി പുനർത്തിയതാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം 2-3 പ്രസിദ്ധീകരണങ്ങൾ വായിക്കട്ടെ. സുന്നി വോയിസ് 2000 ജൂലൈ 16 പേജ് 26. എന്റെ അജ്മലിന്റെ ഫ്ലക്സിലുള്ള, അജ്മലിന്റെ ബാനറിലുള്ള, പോസ്റ്ററിലുള്ള വാചകം, ഈ മൗലിദിന് ഖുർആനിലോ സുന്നത്തിലോ അടിസ്ഥാന രേഖയുള്ളതായി എനിക്കറിയില്ല. മതത്തിൽ മാതൃകയാക്കാവുന്ന സമുദായത്തിലെ പൂർവീക മാർഗം അവലംബിക്കുന്ന ഉലമാക്കളിൽ ആരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അൽ ഹാവി കൃത്യമായി എഴുതാണ്. അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ ബിദ്അത്ത് ചെയ്താൽ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും, നരകമാണവന്റെ സങ്കേതം. അവനിൽ നിന്ന് നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല. നിങ്ങളുടെ നിസ്കാരം സ്വീകരിച്ചു കിട്ടാൻ, നോമ്പ് സ്വീകരിച്ചു കിട്ടാൻ, സക്കാത്ത് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? നിയമപാലകർ ഇവിടെ ഉണ്ടായിട്ടും നിയമപാലകരെ പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ദാഷ്ട്യം, ആ ദാഷ്ട്യം തൽക്കാലം വിനയപൂർവ്വം ഞങ്ങൾ അവഗണിക്കുകയാണ്. അതേസമയം എന്നോട് നിയമപാലകർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. സലഫി പ്രസ്ഥാനം നിയമത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിയമപാലകർ പറഞ്ഞതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. അവരെന്നോട് 8:40 അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. എങ്കിൽ അതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. നാളെ പരലോകത്ത് ഇതാ എന്റെ 2 സൈഡിലും ചേരം പിടിച്ചു നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളും ഇരുട്ടിൽ നിന്നൊളിഞ്ഞ് എന്നെ കല്ലെറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും വരും.
അന്നത്തെ ദിവസത്തിന് മുമ്പേ നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തോട് കാണിക്കുന്ന ആദരവാണ് ഉരുളൻകല്ലായി വരുന്നത്. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ കുഴപ്പമാണ്. അറിയാം ഞങ്ങൾക്കവരെ. നിങ്ങൾ ഈ കല്ലേറ് നടത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. നാളെ പോയി ചോദിക്കൂ, നമസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് ആയിഷ ബീവി ആഘോഷിച്ചതുണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചതുണ്ടോ, സഹാബത്ത് ആഘോഷിച്ചതുണ്ടോ, ഖുർആനിൽ ഇതിന് തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ സൂറത്ത് യൂനിസിൽ ആയത്ത് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഈ ആയത്ത് ഉസ്താദ് ആദ്യം കണ്ട നമ്മളല്ലല്ലോ, നമ്മുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലേ? സഹാബത്ത് കണ്ടിട്ടില്ലേ?